ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മളുടെ വീടിൻ്റെ പല ഭാഗത്തേക്ക് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഓർഗനൈസിങ് ഐഡിയാസ് ആണ് കേട്ടോ. വീടിൻ്റെ പല ഏരിയാസ് എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടിട്ട് വരാം. എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസറാണ്. നമ്മൾക്ക് ടവൽസും അതേപോലെ തന്നെ ബാത്റൂം ഒക്കെ ആണെങ്കിൽ അത് ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണം. ഹുക്കുള്ള ഓർഗനൈസറാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇതാവുമ്പോഴത്തേക്കിനും ടവൽസ് അവിടെ കിടന്നോളുകയും ചെയ്യും. കുറച്ച് സമയം കൊണ്ട് അതിങ്ങനെ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ അങ്ങ് തനിയെ വലിഞ്ഞോളും. അതേപോലെ തന്നെ നമ്മൾക്ക് കുട്ടികൾക്കും കാണിച്ചു കൊടുക്കാം ഇവിടെയാണ് അവരുടെ ടവൽ ഇടേണ്ടതെന്നുള്ളത്. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും അവർക്കത് ഓരോ പ്രാവശ്യം ഉപയോഗം കഴിയുമ്പോഴത്തേക്കിനും ബെഡിലോ എവിടെയെങ്കിലും ഒക്കെ വലിച്ചെറിയുന്നതിന് പകരം അവരും കൃത്യമായിട്ട് കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് തൂക്കിയിട്ടോളൂ. അടുത്തതായിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് നമ്മളുടെ ഉള്ള എല്ലാ ക്ലീനിങ് ഐറ്റംസ് അല്ലെങ്കിൽ ക്ലീനിങ് മെറ്റീരിയൽസ് എടുത്തിട്ട് അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ പലതരത്തിലുള്ള ക്ലീനിങ് ഐറ്റംസ് ഉണ്ടാവും അല്ലെ. പാത്രം കഴുകുന്നുണ്ടാവും, അതേപോലെ തന്നെ ചെറിയ ഇപ്പം ഉറുമ്പോ അല്ലെങ്കിൽ ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ അടിക്കുന്ന സ്പ്രേ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഫ്ലോർ ക്ലീനർ, പിന്നെ ടോയ്ലറ്റ് ക്ലീനർ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ക്ലീനിങ് ഐറ്റംസ് ഒക്കെ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി പല സ്ഥലത്തായിട്ട് കിടക്കുമ്പോഴത്തേക്കിനുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സാധനവും എവിടെയാണ് അല്ലെങ്കിൽ ഏത് റൂമിലാണ് ഏത് വാഷ്റൂമിലാണ് വെച്ച് നമ്മൾ ഓർക്കുന്നുണ്ടാവത്തില്ല. അപ്പം അതിന് പകരം ഇവിടെ ഞാൻ ചെയ്യുന്നത് ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട് വരുന്നുണ്ട്. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റ് ഇല്ലെങ്കിൽ ഷൂസ് ഒക്കെ വാങ്ങുമ്പോഴത്തേക്കിനും കിട്ടുന്ന ആ ഒരു ബോക്സ് ഉണ്ടാവുമല്ലോ, അത് ഉപയോഗിച്ചാലും മതി. അത് ഉപയോഗിക്കുമ്പോഴത്തേക്കിനും ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എടുക്കുന്ന ഈ ക്ലീനിങ് ഐറ്റംസിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ലീക്കൊക്കെ ആകുവാണെങ്കിൽ ഇത് കാർഡ്ബോർഡ് ആണല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അങ്ങ് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ബോക്സ് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഷൂ ബോക്സിന്റെ മുകളിലത്തെ പോർഷൻ ഉണ്ടല്ലോ, അതിനെ വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിൽ തന്നെ ഒന്നും കൂടി ഇട്ട് വെക്കാം, നമ്മൾ ഈ ക്ലീനിങ് ഐറ്റംസ് ഒക്കെ ഇടുന്നതിന് മുൻപായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഷൂ ബോക്സ് അല്ല യൂസ് ചെയ്യുന്നത്, എൻ്റെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത് ഞാൻ കാണിക്കുന്നത് ഇനി അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ബാസ്ക്കറ്റ് ഇപ്പം അവൈലബിൾ അല്ലാതാനും എങ്കിലും ഇതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നും ഉള്ള ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ബാസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാൻ ചെറുതായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലൈനർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു ക്ലീനിങ് ഐറ്റംസിൽ നിന്നൊക്കെ നമ്മൾ കാര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തുറക്കുന്നൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുകയും വെക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ലതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡെറ്റോൾ ആണെങ്കിലും ഒക്കെ താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഈ ഒരു ലൈനർ എടുത്തങ്ങ് വാഷ് ചെയ്യുവോ അല്ലെങ്കിൽ മാറ്റുവോ ചെയ്താൽ മതിയല്ലോ. എന്നിട്ട് ആ ബാസ്ക്കറ്റിലേക്ക് എല്ലാ തരത്തിലുള്ള ക്ലീനിങ് മെറ്റീരിയൽസും ഒരുമിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. അപ്പം ഒരു വീട്ടിലേക്ക് ഒരു സമയത്ത് ഈ ഒരു ബാസ്ക്കറ്റിനുള്ളിൽ കൊള്ളാവുന്ന അത്രയും ക്ലീനിങ് ഐറ്റംസിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. അതിലും കൂടുതലായിട്ട് നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഓവർ സ്റ്റോക്ക് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ ജിഫ് വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ടോയ്ലറ്റ് ക്ലീനർ, ഡെറ്റോൾ, പിന്നെ കാർപ്പറ്റ് ക്ലീനർ, പിന്നെ അതേപോലെ തന്നെ 1-2 സ്പ്രേ ബോട്ടിൽസ് പോലെ ഉണ്ട്. അപ്പം അതിൽ നമ്മൾ വെള്ളം അല്ലെങ്കിൽ ഡെറ്റോളൊക്കെ കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു എവറിഡേ ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ വീടിൻ്റെ പല സ്ഥലങ്ങളിലായിട്ടോ മുറ്റത്തോ ബാൽക്കണിയിലോ ഒക്കെ ഇരിക്കുന്ന പലതരത്തിലുള്ള ക്ലീനിങ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി എടുത്തിട്ട് വരിക. എന്നിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ അതിനുവേണ്ടി മാത്രമായിട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും നമ്മളുടെ കയ്യിൽ എന്തൊക്കെ ക്ലീനിങ് ഐറ്റംസ് ആണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ഞാനിത് വെച്ചിട്ടുള്ളത് നമ്മളുടെ സിങ്കിൻ്റെ അടിയിലത്തെ ഒരു ഏരിയ ഉണ്ടല്ലോ, അപ്പം അവിടെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. ഈ ഒരു ഓർഗനൈസർ ആണ്. നമ്മൾ അധികം കൂടുതലായിട്ട് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും പലരുടെ കയ്യിലും ഒരുപാട് ക്രീംസും അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സും ഒക്കെ തന്നെ കാണും. അപ്പം ഇതിനെ എല്ലാം കൂടി വളരെ ചെറിയൊരു സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൈസറാണ്. ഇതിനകത്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും വളരെ ചെറിയ ചെറിയ ഏരിയാസ് ആണുള്ളത്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ബാക്കിലേക്ക് പോകുമ്പോഴത്തേനും കുറച്ചും കൂടെ പൊക്കമുള്ള ക്രീംസ് ഒക്കെ വെക്കാനായിട്ട് പറ്റും. ഫ്രണ്ടിൽ നമ്മളിപ്പം എപ്പോഴും ഉപയോഗിക്കുന്ന കാജലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞ് ബോക്സസ്, അതൊക്കെ വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിന് നമുക്ക് ഏതെങ്കിലും ടേബിളിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഡ്രസ്സിങ് റൂമിലുണ്ടെങ്കിൽ അപ്പോൾ ഡ്രസ്സിങ് ഏരിയയുടെ ഒരു സൈഡിലൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എല്ലാ ദിവസവും റെഡിയാവുന്ന സമയത്ത് ഓരോന്നിന് വേണ്ടിയിട്ടും ഡ്രോവർ തുറക്കാനും അത് അന്വേഷിക്കാനും ഒന്നും നടക്കണ്ട, എല്ലാം അപ്പോൾ തന്നെ കിട്ടുമല്ലോ.
അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും വീട്ടിലിങ്ങനെ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും ബാറ്ററി എവിടാന്നുള്ളതും. റിമോട്ടിന് വേണം, ക്ലോക്കിന് വേണം, അല്ലെങ്കിൽ കുട്ടികളുടെ ടോയ്സിൽ വേണം. അപ്പം ബാറ്ററി വീട്ടിലുണ്ടെന്ന് അറിയുകയും ചെയ്യാം, പക്ഷേ നമുക്കൊരു ആവശ്യം വരുമ്പോഴത്തേക്കും എവിടെയാണെന്ന് ഒരു ഐഡിയ ഉണ്ടാവത്തില്ല. അപ്പം അതിന് ചെയ്യാനുള്ളത് നമുക്ക് ഈ ബാറ്ററീസും അതേപോലെ തന്നെ കുഞ്ഞു സാധനങ്ങളും വെക്കാനായിട്ട് ഒരു പെർട്ടിക്കുലർ സ്പേസ് അതിന് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബോക്സ്, അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നതോ അങ്ങനെയുള്ളൊരു ബോക്സ് വെച്ച് കൊടുക്കാം. അപ്പം അതിൽ ചെറിയ ബാറ്ററീസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ ചെറിയ ഹുക്കൊക്കെ ഇല്ലേ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇങ്ങനെ വോളിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോഴത്തേക്കിനും എപ്പോൾ നമുക്ക് ബാറ്ററി തീർന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലോക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നാകുമ്പം ഇതിൽ വന്ന് നോക്കിയിട്ട് നല്ല ബാറ്ററി ഉണ്ടെങ്കിൽ എടുത്തിട്ട് പോവാം. ഇനി ഇതിൽ ബാറ്ററി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ എക്സ്ട്രാ സ്റ്റോക്ക് ഒന്നും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു കിച്ചണിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓർഗനൈസറാണ്. അതായത് നമ്മളൊരു കപ്പും സോസറും ഒക്കെ വാങ്ങിയപ്പം അതിൻ്റെ കൂടെ അത് ഈ ഒരു സെറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പം അത് ഞാനിപ്പോൾ കിച്ചണിൽ ഉപയോഗമില്ല, അതുകൊണ്ട് അതിനെ എടുത്തിട്ട് വന്നിട്ട് നമ്മളിപ്പം ഡ്രസ്സൊക്കെ വെക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആക്സസറീസ് ഒക്കെ വെക്കുന്ന ആ ഒരു കബോർഡിൽ ഇത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഹുക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, ഈ കപ്പ് തൂക്കിയിടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന സ്ഥലം, അവിടേക്ക് ഞാൻ കുറച്ച് മാലകളാണ് തൂക്കിയിട്ടിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിൽ ഒരു എംപ്റ്റി സ്പേസ് ഉണ്ടായിരുന്നു, അതിലേക്ക് ഹെയർ ബാൻഡ്സും വെച്ച് കൊടുത്തു. അപ്പം ഇതിനെ വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓർഗനൈസറിനെ നമ്മൾക്ക് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഒരു സ്റ്റാൻഡിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കപ്പും സോസറും ഒക്കെ തന്നെ ഇപ്പം ഇല്ലാണ്ടായി, എല്ലാം പൊട്ടുന്നതായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ഒരു സ്റ്റാൻഡിന് വലിയ ഉപയോഗമൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു. അപ്പം ഇതിനെ കുറച്ച് നാളത്തേക്കിനെങ്കിലും ഞാൻ ഈ ഒരു രീതിയിലേക്ക് യൂസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അത് വെക്കുമ്പോഴത്തേക്കിനും കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ഒരു ഹൈറ്റിൽ വെച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്. മുൻപൊക്കെ ഇത് കുറച്ചും കൂടെ ഹൈറ്റിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും ഓരോ സമയത്ത് എടുക്കണമെങ്കിലും നമ്മളുടെ ഒരു അസിസ്റ്റൻസ് വേണം. അപ്പോൾ ഇതങ്ങനെ ചീത്തയാവുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് തനിയെ എടുക്കാം, അവരിടുന്ന ഡ്രസ്സിനനുസരിച്ച് അവർക്ക് തനിയെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അവർക്ക് എടുക്കാൻ പറ്റുന്ന അവരുടെ ഒരു ഹൈറ്റിൽ വെക്കാനും കൂടിയിട്ട് ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഏറെ സ്പൂൺസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ കുറേ ഡിസ്പോസിബിൾ ആയിട്ടുള്ള സ്പൂൺസും ഫോർക്സും ഒക്കെ തന്നെ ഉണ്ട്. അപ്പം അത് നമ്മൾ പല സമയങ്ങളിലായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയപ്പോഴത്തേക്കിനും വന്നിട്ടുള്ളതാണ്. അപ്പം ഇതിനെല്ലാം കൂടി എടുത്തിട്ട് ഒറ്റയടിക്ക് കളഞ്ഞിട്ടൊന്നുമില്ല. എപ്പോഴെങ്കിലും നമുക്കിപ്പോൾ ഒരുപാട് ആളുകൾ വരും, ഒരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അന്നേരത്തേക്കിനും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്തൊക്കെ ഇത് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ അഡീഷണലി ഓർഗനൈസേഴ്സ് ഒന്നും വാങ്ങുവോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇതൊന്നും പറഞ്ഞാൽ ഒരു വലിയ ബോട്ടിലിൽ നിന്ന് ഞാൻ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ കട്ട് ചെയ്തെടുത്തേക്കുവാണ്, നമ്മളുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ. എന്നിട്ട് അതിലേക്ക് ഈ സംഭവങ്ങളെല്ലാം ഇട്ട് വയ്ക്കാം. ഈ ഒരു ബോട്ടിൽ ട്രാൻസ്പെറൻറ്റ് ആയത് കാരണം തന്നെ നമുക്ക് കാണാനും പറ്റും എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പം എടുക്കാനും എളുപ്പമായിരിക്കും. ഇനിയുള്ളത് ഈ ഒരു ഏരിയന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് മാറ്റിയെടുക്കാനുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം ഒരുപാട് സ്പൂൺസും അതേപോലെ തന്നെ വലിയ തവിയും ഒക്കെ കൂടെ ഈ ആകെ 2 എണ്ണം മാത്രമേ ഇവിടെ എൻ്റെ സ്പൂൺ ഓർഗനൈസേഴ്സ് ആയിട്ടുള്ളൂ. അതിൽ ഇങ്ങനെ വെച്ചേക്കുവാണ്. അപ്പം അതിൻ്റെ ആ ഒരു സ്ലോട്ടിനെക്കാട്ടിലും വലിപ്പമുള്ള തവിയൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇതൊന്നും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതുമല്ല. നമ്മൾക്ക് ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളും കാണും, എന്നാലും നമുക്ക് എപ്പോഴും ഒന്നും ഉപയോഗിക്കേണ്ടാത്തതുണ്ടാവും. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ റെഗുലർ യൂസിന് ഇല്ലാത്ത സംഭവങ്ങളിനെ എല്ലാം ഇതിനകത്ത് എടുത്ത് മാറ്റി പിന്നെ റെഗുലറായിട്ട് ഉപയോഗിക്കേണ്ട സാധനങ്ങളുണ്ടല്ലോ, ഇത് മാത്രം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബാക്കി എല്ലാത്തിനെയും അങ്ങനെ റെഗുലറായിട്ട് ഉപയോഗിക്കാത്ത സാധനങ്ങളിനെ എടുത്തിട്ട് നമുക്ക് തൽക്കാലം അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് വുഡൻ സ്പൂൺസ് ഉണ്ടായിരുന്നു, അത് ഇവിടെ ഇട്ടിട്ടും കാര്യമില്ല, നമ്മൾ എപ്പോഴും എടുക്കുന്നില്ല. ഈ വുഡൻ സ്പൂൺസ് ഉപയോഗിക്കുന്ന മിക്കവാറും നോൺ സ്റ്റിക്കിനൊക്കെ വേണ്ടിയായിരിക്കും. അപ്പോൾ അതിനൊക്കെ തന്നെ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് കെട്ടിയിട്ടും ഉണ്ട്. എന്നിട്ട് ഏറ്റവും താഴെയുള്ള ഡ്രോവറിലേക്ക് ഇത് നമുക്ക് വെച്ചു കൊടുക്കാം. ഇതേപോലെ നിങ്ങളും കുറേ സാധനങ്ങൾ, അതായത് എപ്പോഴും ഒന്നും ഉപയോഗിക്കാത്ത എല്ലാ സാധനങ്ങളും കൂടെ മിക്സ് ചെയ്താണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഒരു പ്രാവശ്യം ഈ എപ്പോഴും ഉപയോഗിക്കാത്ത കുറച്ച് സാധനങ്ങളിനെയൊക്കെ എടുത്തുനിന്ന് മാറ്റി വെച്ച് നോക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് തന്നെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തതെന്നുള്ളത്. അടുത്തത് അങ്ങനെ ഓർഗനൈസിങ് ഐഡിയ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇപ്പോൾ കുട്ടികളുള്ള അമ്മമാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവരുടെ കയ്യിൽ നമുക്കറിയാം കുറേ പെൻസിൽസും ഒക്കെ തന്നെ ഉണ്ടാവും. പക്ഷേങ്കിൽ അവർക്ക് പലപ്പോഴും അവർക്ക് ഉപയോഗം വരുന്ന സമയത്ത് ഒന്നും കണ്ടില്ല എന്ന് പറയാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ കുറേ എണ്ണം ആകുമ്പോഴത്തേക്കിനും അവർക്ക് തന്നെ പെട്ടെന്ന് കളയാനും അടുത്ത് പുതിയത് വന്ന് എടുക്കാനും ഒക്കെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനെല്ലാം കൂടി സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മളുടെ ഏതെങ്കിലും ഒരു
സ്ഥലത്ത് ഒരുമിച്ച് വെക്കാം. അപ്പം ഇത് കുട്ടികളെ പെട്ടെന്ന് അങ്ങ് കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും അവരൊരു 2-3 എണ്ണമൊക്കെ ഒരു സമയത്ത് യൂസ് ചെയ്യട്ടെ. അപ്പം അത് ചെറുതാകുമ്പോൾ അല്ലെങ്കിൽ അത് കളഞ്ഞു പോകുമ്പോഴത്തേക്കിനും നമ്മൾക്ക് പുതിയതൊരെണ്ണം അവർക്ക് കൊടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു 10 എണ്ണം, ഒരു ബോക്സിലുള്ള 10 എണ്ണവും അവരുടെ ടേബിളിൽ കൊണ്ടുപോയി നമ്മൾ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ഈ 10 പെൻസിലും എവിടെയോ കാണാണ്ടായിട്ടുണ്ടാവും. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന എങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഓർഗനൈസിങ് ഐഡിയാസ് ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഒരുപാട് ഓർഗനൈസേഴ്സ് ഒന്നും തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എല്ലാം ചെറിയ ചെറിയ ഐഡിയാസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്നെ അറിയിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.